യൂട്യൂബില് വലിയൊരു അപകടം നമ്മളെയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. വലിയൊരു അപകടം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് വലിയൊരു അപകടം എന്ന് പറയുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ റീസൺ കേട്ടാൽ, അതുപോലെ ഇതിന്റെ വരും വരായികകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വലിയ അപകടമാണെന്ന്. കാരണം ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പിന്നെ ഒരു ഓപ്ഷൻ യൂട്യൂബ് അവിടെ നൽകുന്നില്ല. സാധാരണ നമുക്ക് റീയൂസ്ഡ് വന്നു, അല്ലെങ്കിൽ ആഡ്സെൻസിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷന്റെ അവിടെ ചേഞ്ച് അസോസിയേഷൻ, ഫിക്സ് ഇൻ ആഡ്സെൻസ് ഇതൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കാനുള്ളത്. ഇവിടെ അങ്ങനെ ഒന്നും വരില്ല. യൂട്യൂബിൽ പിന്നെ നമുക്ക് മോണിറ്റൈസേഷന്റെ ഓപ്ഷനെ യൂട്യൂബ് അങ്ങ് എടുത്തു കളയും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വലിയൊരു അപകടമാണ് എന്നുള്ളത്. ഇനി നിങ്ങൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അറിയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന സാധാരണ തെറ്റുകൾ പോലും അതിൽ ഈ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഞാനിതിപ്പോ പറയാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ കാരണം ഞാൻ ഇപ്പൊ തന്നെ പറയാം, രണ്ടാമത്തത് ഞാൻ വീഡിയോന്റെ ഇടയിൽ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് പറയാം. ആദ്യത്തെ കാരണം, ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ട്. അപ്പൊ ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരുപാട് പേർക്ക് ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ അവരുടെ കാരണം കേട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, നിങ്ങൾ ഞെട്ടുന്നതാണ്. രണ്ടാമത്തെ കാരണം ഞാൻ വീഡിയോന്റെ ഇടയിൽ പറയാം. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തവർക്ക് സംഭവിച്ചത്, അവർ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതാ ഇതുപോലെ കാണുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് നൽകിയിട്ടില്ല. എപ്പോ തരുമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് എററാണ് കാണിക്കുന്നത്, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അവിടെ ഒരു ഓപ്ഷനും നൽകാതെ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടാണ് എന്നെ അവര് കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാം ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അറിയേണ്ടത് എന്താണ് ഈ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി, ഇതിൽ എന്തൊക്കെ പെടും എന്നുള്ളതാണ്. ഞങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവര് പറയുന്നത്. അപ്പോൾ ഈ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നുള്ളതിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടും എന്നുള്ളത് യൂട്യൂബ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാര്യം, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് വലിയൊരു അപകടമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ചാനലിന് ഈ ഒരു ഗതി വരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നുള്ളതിൽ എന്തൊക്കെ പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. എനിക്കുറപ്പുണ്ട് 99% ആളുകളും ഈ ഒരു തെറ്റ് ചെയ്യുന്നവരാണ്. ഒരുപാട് പേര് ഈ തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറയുമ്പോൾ തന്നെ പലരും ഇത് അറിയാതെയാണ് ചെയ്യുന്നത്. എന്നാലോ ചിലർ ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് പണി വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ലിസ്റ്റ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയിൽ എന്തെല്ലാം പെടുമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ യൂട്യൂബ് അവിടെ ആദ്യം പറയുന്നത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ടോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ, ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ കാണാറുണ്ട്. അതിപ്പോ ഞാൻ ചിലപ്പോൾ നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ എഡിറ്റ് ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വാട്സപ്പിൽ ഒരു വോയിസ് അയച്ചാൽ നമ്മൾ തന്നെ അത് കേട്ട് നോക്കാറില്ലേ. അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ടു നോക്കും എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ എഡിറ്റ് ചെയ്തത് ശരിയായിട്ടുണ്ടോ, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന് അറിയാനൊക്കെ. പക്ഷെ നമ്മൾ ഒരു തവണ കാണുന്നു, അതവിടെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും അതിങ്ങനെ നമ്മൾ പോലും അറിയാതെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നു. പക്ഷെ ഈ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ അവിടെ വ്യൂ കൗണ്ട് കൂടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഒന്ന് കണ്ടു നോക്കൂ. ചിലപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കാണാം 10 വ്യൂസ് 15 വ്യൂസ് ഒക്കെ. അപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിക് ആക്കിയിട്ടില്ല. പബ്ലിക് ആക്കാത്ത ഒരു വീഡിയോക്ക് എങ്ങനെ 15 വ്യൂസ് വന്നു? അപ്പൊ 15 തവണ ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, അത് വ്യൂ ആയിട്ട് അവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് അത് ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും സീറോയിലേക്ക് എത്തിക്കാതിരിക്കാം, യൂട്യൂബ് അത് കണ്ടെത്താം. പക്ഷെ അവിടെ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എന്റെ വീഡിയോ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ യൂട്യൂബ് ഇത് തെറ്റിദ്ധരിക്കാം. കാരണം ഈ ആള് ഈ ഒരു വീഡിയോ മനഃപൂർവ്വം വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട്, പരസ്യം വരാൻ വേണ്ടിയിട്ട് കാണുന്നതാണെന്ന് യൂട്യൂബിന് തോന്നിയേക്കാം. നമ്മുടെ മൈൻഡിൽ അങ്ങനെ നമുക്കില്ല. അങ്ങനെ നമ്മൾ അറിയാതെ ആ ഒരു തെറ്റ് സംഭവിച്ചൂടെ? നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് യൂട്യൂബ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വീഡിയോ എഡിറ്റർ വഴി ആ ഒരു വീഡിയോ കാണാം. അതല്ല, ഒരു തവണ നിങ്ങൾ കണ്ടോളൂ. പക്ഷെ നിങ്ങൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞ് ഒരുപാട് പേർക്ക് ഇത് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മളിത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കാണരുത്. രണ്ടാമത്തത്, ഇതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. യൂട്യൂബിൽ ഒരുപാട് ആഡ്സെൻസ് പോളിസികൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെയൊക്കെ വയലേഷൻ ആണ് ഈ ഒരു നടക്കുന്നത് എന്നുള്ളത്. ആഡ്സെൻസ് പോളിസിയിലെ വയലേഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കാണുക എന്നുള്ളത്. രണ്ടാമത്, നമ്മൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു പരസ്യം വരൂലേ, അപ്പൊ നമ്മൾ ആ ഒരു പരസ്യത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പണി കിട്ടും. കാരണം നമ്മൾ തന്നെ നമ്മളെ വീഡിയോ കാണുന്നത് നമ്മൾ തന്നെ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യാം. യൂട്യൂബിന്റെ ആഡ്സെൻസ് പോളിസിക്ക് എതിരാണ്. കാരണം ഇതിനൊക്കെ യൂട്യൂബ് പേയ്മെന്റ് നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിനെ ചീറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കുകയാണ്. യൂട്യൂബ് അങ്ങനെ വിചാരിക്കുകയാണ്. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ അറിയാതെ പരസ്യം വന്നു. രണ്ടാമത് ക്ലിക്ക് ചെയ്തപ്പോഴും പരസ്യം വന്നു. പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞാൻ ജസ്റ്റ് എന്റെ വീഡിയോ കാണാൻ വേണ്ടി ക്ലിക്ക് ചെയ്തതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ യൂട്യൂബിനെ ചീറ്റ് ചെയ്തതായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു തെറ്റും നിങ്ങൾ ചെയ്യരുത്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ തന്നെ ചിലര് അറിഞ്ഞിട്ടും ചെയ്യുന്നുണ്ട്. കുറച്ച് വ്യൂസ് കൂടിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വരുമാനം കൂടാൻ വേണ്ടിയിട്ട് പരസ്യത്തിൽ മനഃപൂർവ്വം ക്ലിക്ക് ചെയ്യുക. പിന്നെ പലരും ചെയ്യുന്ന കാര്യമാണ് ഒരേ IP അഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരേ വൈഫൈന്റെ കീഴിൽ ആ വീഡിയോസ് ഇങ്ങനെ കാണുക. ഇപ്പൊ എന്റെ ഫോണിൽ ഞാൻ കാണുന്നില്ല, വേറെ എന്റെ വീട്ടിൽ വേറെയും ഫോൺ ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ ഇരുന്ന് കാണുക ഒരേ IP അഡ്രസ്സിൽ നിന്ന്. യൂട്യൂബ് അത് സിമ്പിൾ ആയിട്ട് കണ്ടെത്തുന്നുണ്ട്. യൂട്യൂബിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, യൂട്യൂബ് എത്ര റിലേറ്റഡ് ചാനൽ ഉണ്ടെങ്കിലൊക്കെ യൂട്യൂബ് എത്ര പെട്ടെന്ന് റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഒരേ IP അഡ്രസ്സ് ഒരേ വൈഫൈക്ക് കീഴിൽ നിങ്ങൾ വ്യത്യസ്ത ഫോണുകളിൽ ഇരുന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും യൂട്യൂബ് അത് കണ്ടെത്തിയിട്ട് ചെറിയ ശിക്ഷയല്ല തരുന്നത്, മോണിറ്റൈസേഷനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ യൂട്യൂബ് എടുത്തു കളയുകയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ടല്ലോ, മോണിറ്റൈസേഷൻ ആകാത്തവരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പൊ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തു വന്നിട്ട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് സംഭവിക്കാൻ പോകുന്ന എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത കാരണം, ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും സുഖിച്ചു കൊള്ളണം എന്നില്ല, പലർക്കും ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ഈ ഒരു വിഷയം ഇപ്പോൾ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ട് എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം, അതാണ് ഞാൻ ഈ പറയുന്ന കാര്യം. അതായത് നമ്മൾ ബോട്ട്, ഓട്ടോമേറ്റഡ് ട്രാഫിക്, തേർഡ് പാർട്ടി ആപ്സുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചാനലിലേക്ക് ഇൻവാലിഡ് ട്രാഫിക് കൊണ്ടുവരുന്ന ആക്ടിവിറ്റി ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ യൂട്യൂബ് പിടിക്കുകയാണ്. അത് യൂട്യൂബ് ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ വെബ്സൈറ്റ് മുഖാന്തരം, ബോട്ട് മുഖാന്തരം, ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന വ്യൂസും കാര്യങ്ങളും ഒരേ ലൈനിൽ യൂട്യൂബിൽ വ്യൂസ് വരിക, ഇതൊക്കെ യൂട്യൂബ് പിടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് കൊടുത്തിട്ട് ഈ പണി വാങ്ങിക്കുന്നവരുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങളുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാറില്ലേ ക്യാഷ് കൊടുത്തിട്ട് വാച്ച് ടൈം ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഈ ഒരു സർവീസ് ചെയ്യുന്നുണ്ടോ, ഇത് ജെന്യുവിൻ ആയി ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതിനാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, വാച്ച് ടൈം കയറ്റി കൊടുക്കുക എന്നുള്ളതിൽ ഒരിക്കലും ജെന്യുവിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പലരും പറയാറുണ്ട് അത്ര ഞങ്ങൾ ചെയ്യുന്നത് ജെന്യുവിൻ ആയിട്ട് ഡ്രോപ്പ് ആകാതെ ചെയ്യാമെന്നുള്ളത്. ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ സബ് അതുപോലെ വ്യൂസ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ആഡ്സെൻസ് പോളിസിക്ക് എതിരാണ്. അത് ആപ്പിലൂടെ ആയാലും നിങ്ങൾ ബോട്ട് സർവീസിലൂടെ ആയാലും, ഇനി അതല്ല നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ജെന്യുവിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് രീതിയിലായാലും യൂട്യൂബ് അത് പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു പണിഷ്മെന്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാരണ്ടി തന്നവർക്ക് ഒന്നും നിങ്ങളെ ഒരു തരത്തിലും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഇതുകൂടാതെ ആഡ്സെൻസ് പറയുന്ന മറ്റൊരു കാര്യമാണ് ലൂപ്പിലിടുക. നമ്മളെ വീഡിയോ എങ്ങനെ റീവാച്ച്, ഇപ്പൊ നമ്മളൊരു മൊബൈലിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ എങ്ങനെ ലൂപ്പിലിട്ടിട്ട് അത് ഇങ്ങനെ റീവാച്ച് ചെയ്തുകൊണ്ടിരുന്നാലും ഈ ഒരു ആഡ്സെൻസ് പോളിസിക്കെതിരാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വരാം. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഇത് ഇൻവാലിഡ് ട്രാഫിക് അല്ലെങ്കിൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോണിറ്റൈസേഷന്റെ ഓപ്ഷൻ അങ്ങ് എടുത്ത് കളയുകയാണ്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെയാണ്, എന്താണ് സോൾവ്, അല്ലെങ്കിൽ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മളെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് വേർഷനിൽ എഡിറ്റർ ഓപ്ഷനിൽ കാണാം. അതല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഉണ്ടായിരിക്കുമല്ലോ, അത് നമുക്ക് ഇരുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അവരുടെ ഈ തരം പോളിസികളിൽ അവർ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സബ് കുറയുന്നത്, നിങ്ങളുടെ വ്യൂസ് ഡ്രോപ്പ് ആകുന്നതൊക്കെ ഈ ഒരു ഫിൽറ്ററിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇവിടെ യൂട്യൂബ്
ഈ ഒരു ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നത് തെറ്റ് ചെയ്യാത്തവർക്ക് കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ AI ടൂൾ ഉപയോഗിച്ചിട്ട് അവരങ്ങ് പലരെയും പിടിക്കുന്ന കൂട്ടത്തിൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ചെയ്യാത്തവരുടേതു കൂടി, കാരണം അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവരെ നമ്മൾ വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാത്തവരെ കൂടി ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതാണ്. നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് യൂട്യൂബിന് കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. അത് യാതൊരു ഗ്യാരണ്ടി ഒന്നും ഇല്ല. നമുക്ക് അപ്പീൽ കൊടുക്കാൻ അങ്ങനെയുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ ഒരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്കത് നോക്കാം. ഇപ്പൊ ഞാൻ 2-3 ചാനൽ ഞാനിപ്പോൾ ഓൾറെഡി ഇത് ചെയ്ത് വെച്ച ശേഷമാണ് ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രോബ്ലം നമ്മൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാതെ നോക്കലാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നിങ്ങൾ ഏജൻസികൾക്ക്, ഏതെങ്കിലും ചാനലിന്, ഏതെങ്കിലും വെബ്സൈറ്റുകൾക്ക്, ടെലിഗ്രാം ഗ്രൂപ്പ് വഴി, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇങ്ങനത്തെ പണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷനും പിന്നെ നമുക്ക് ഇല്ല എന്നുള്ളത് ഒരു 100% പറയാം. അപ്പീൽ ഓപ്ഷൻ അവിടെ സൈഡ് ആയിട്ടുണ്ട്. അത് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഞാനിത് പറയുന്നത് തൊട്ട് മുമ്പ് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അകാരണമായിട്ട് ഞങ്ങൾ മോണിറ്റൈസേഷന് ഡിസേബിൾ ആക്കി കൊടുത്തവർക്കൊക്കെ ഞങ്ങൾ തിരിച്ചു തരുന്നുണ്ട് എന്നുള്ളത് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കുറെ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ പോയവർക്ക് തിരിച്ച് റീഅപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ഓപ്ഷൻ എനേബിൾ ആക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശേഷം തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ കട്ടായിട്ടുമുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് അതിന്റെ കൃത്യമായിട്ട് ഇവരിത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസുകൾ. അപ്പൊ ഇത് ചെയ്യരുതേ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ഗതി വരരുത് എന്നുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള സർവീസ് ആവശ്യമുണ്ടെങ്കിൽ, ഇതുപോലെ വാച്ച് ടൈം കയറ്റി കൊടുക്കുന്ന പരിപാടികളൊന്നും ഇല്ലാതെ പ്രത്യേകം പറയാണ്, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.